കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സോ മസിൽ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയാണ്. സോ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി is the theory which explains the contraction or which explains the mechanism of muscle contraction. Here the muscle fiber, ഏത് muscle fiber? നമ്മുടെ ആക്റ്റിൻ എന്ന് പറയുന്ന തിൻ ആയിട്ടുള്ള മസിൽ ഫിലമെന്റ് എന്ത് ചെയ്യും? മയോസിൻ എന്ന് പറയുന്ന തിക്ക് ആയിട്ടുള്ള മസിൽ ഫിലമെന്റിന്റെ മുകളിൽ സ്ലൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ മസിൽസ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മുടെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയിൽ പറയുന്നത്. The contraction of muscle fiber occurs by the sliding of the thin filament, that is actin, over the thick filament myosin. അതായത് ബ്രെയിനിലേക്ക് ഇമ്പൾസ് എത്തിക്കുന്നത് ആരാണ്? അത് നമ്മുടെ സെൻസറി നെർവ്സ് ആണ്. തിരിച്ച് ബ്രെയിനിൽ നിന്നുള്ള ഇമ്പൾസ് അല്ലെങ്കിൽ മെസ്സേജ് തിരിച്ച് ആ ഓർഗനിലേക്ക് എത്തിക്കുന്നത് ആരാണ്? മോട്ടോർ നെർവ്സ് ആണ്. സോ മോട്ടോർ നെർവ്സ് എന്നുള്ള ഒരു ഇമ്പൾസ് എവിടേക്ക് എത്തും? നമ്മുടെ മസിലിന്റെയും നെർവിന്റെയും ഇടയിലുള്ള ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ ആണ് ആ ജംഗ്ഷനെ പറയുന്നത്. ഓക്കെ, ആ ജംഗ്ഷനിലേക്ക് എത്തും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. So first step എന്ന് പറയുന്നത് എന്താ? An impulse from the central nervous system that reaches the neuromuscular junction. Neuromuscular junction means the junction between the nerve and muscle. അതായത് മസിലിന്റെ എന്താ? പ്ലാസ്മ മെംബ്രെയിൻ. ഓക്കെ, അതിനിടയിലുള്ള ജംഗ്ഷനെയാണ് എന്തെന്ന് പറയുക? ന്യൂറോമസ്കുലർ ജംഗ്ഷൻ അല്ലെങ്കിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ് എന്ന് പറയും. ഓക്കെ, വൈ? ഏത് വഴിയാണ് എത്തുക? അത് മോട്ടോർ ന്യൂറോൺസ് വഴി അത് ആ ജംഗ്ഷനിലേക്ക് എത്തും. ഇനി ആ മോട്ടോർ ന്യൂറോൺസ് വഴി അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിനിടയിൽ നമുക്ക് പറയാനുണ്ട് എന്താ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് ഞാൻ പറഞ്ഞു തന്നു. ദാറ്റ് ഇസ് ദ സിനാപ്സ് ബിറ്റ്വീൻ എ മോട്ടോർ ന്യൂറോൺ ആൻഡ് ദ സാർക്കോലെമ്മ ഓഫ് മസിൽ ഫൈബർ. ഈ വരുന്ന ന്യൂറോണെ നമ്മൾ എന്താ പറയാ? മോട്ടോർ ന്യൂറോൺ. ആ മോട്ടോർ ന്യൂറോണും അതേപോലെ തന്നെ സാർക്കോലെമ്മ ഓഫ് മസിൽ ഫൈബറിന്റെ ഇടയിലുള്ള ജംഗ്ഷൻ അല്ലെങ്കിൽ ആ സിനാപ്സിനെയാണ് എന്തെന്ന് പറയാ? ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയാം. സോ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക് എന്തെത്തും? ആ ഇമ്പൾസ് എത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ എത്തുന്ന ആ ഇമ്പൾസ് പിന്നീട് എവിടേക്ക് എത്തും? ആ മസിൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനിടയിൽ നമുക്ക് ഈ മോട്ടോർ ന്യൂറോണും ഈ മസിൽ ഫൈബറും, അതായത് ഈ വരുന്ന ആ മോട്ടോർ ന്യൂറോണും ആ മസിൽ ഫൈബറും കൂടി ചേർന്നിട്ടുള്ള ആ യൂണിറ്റിനെയാണ് എന്തെന്ന് പറയാ? മോട്ടോർ യൂണിറ്റ് എന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞു ഇമ്പൾസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് എവിടേക്ക് എത്തും? ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക് എത്തും. ഓക്കെ, ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക്, ഇതാണ് ആ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ അല്ലെ? ആ സിനാപ്സ് ആണ്. ഇത് മസിലും ഇത് ആ ന്യൂറോണും ആണ്. ഇതിനിടയിലുള്ള സിനാപ്സിനെയാണ് എന്തെന്ന് പറയാ? മോട്ടോർ എൻഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയാം. സോ ഇമ്പൾസ് ഇവിടേക്ക് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന അസറ്റൈൽ കൊളൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. സോ ഈ അസറ്റൈൽ കൊളൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വെസിക്കിൾസിലാക്കിയിട്ടാണ് എന്ത് ചെയ്യുക? റിലീസ് ചെയ്യും. സോ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ വെസിക്കിളിലാക്കിയിട്ടുണ്ടായിരിക്കും. ആ വെസിക്കിൾസ് എവിടേക്ക് റിലീസ് ചെയ്യും? നമ്മുടെ ഈ മോട്ടോർ ന്യൂറോണിന്റെ ഇടയിലുള്ള, അതായത് ഈ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഓക്കെ, ഇനി അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിലീസ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? ആ മസിൽസ് ആണ്. സോ മസിൽസ് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ, അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇനി ആ മസിൽസിലൂടെ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുക. സോ ഫസ്റ്റ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള മെസ്സേജ് എവിടേക്ക് എത്തും? നമ്മളുടെ ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലേക്ക് എത്തും. ആസ് എ റിസൾട്ട് ദ സിനാപ്റ്റിക് വെസിക്കിൾസ് റിലീസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് ഈസ് acetylcholine and it generates an action potential in the sarcolemma. എന്തിനാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുക? അതിന്റെ ആ പ്ലാസ്മ മെംബ്രെയിൻ, അതായത് സാർക്കോലെമ്മയിൽ എന്തുണ്ടാക്കും? ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. and that action potential spreads through the muscle fiber. അത് ആ ആക്ഷൻ പൊട്ടൻഷ്യൽ എൻറ്റയർ മസിൽ ഫൈബേഴ്സിലേക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് ഇതിന്റെ ഈ മസിൽ ഫൈബറിന്റെ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ സിസ്റ്റർനെ ഉണ്ട്. ആ സിസ്റ്റർനയിൽ നിന്ന് കാൽഷ്യം അയോൺസ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. എവിടേക്കാണ് റിലീസ് ചെയ്യുക? അതിന്റെ സൈറ്റോപ്ലാസത്തിലേക്ക്. മസിലിന്റെ സൈറ്റോപ്ലാസത്തിനെ നമ്മൾ എന്താ പറയുക? സാർക്കോപ്ലാസം അല്ലെ? സോ സിസ്റ്റർനയിൽ നിന്ന്, സാർക്കോപ്ലാസ്മിക് സിസ്റ്റർനയിൽ നിന്ന് എന്ത് ചെയ്യും? കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും. എവിടേക്കാണ് റിലീസ് ചെയ്യുന്നത്? സാർക്കോപ്ലാസത്തിലേക്ക് റിലീസ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ആ റിലീസ് ചെയ്യുന്ന ആ കാൽഷ്യം അയോൺസ് ഇനി നേരെ പോയിട്ട് നമ്മുടെ ട്രോപ്പോണിൻ ഉണ്ടല്ലോ, ആ ട്രോപ്പോണിന്മ പോയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അങ്ങനെ പോയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൈൻഡിങ്ങിന്റെ റിസൾട്ട് ആയിട്ട് ഈ മയോസിന്റെ മാസ്കിംഗ് സൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആക്റ്റിന്റെ ആ മാസ്കിങ് അതെന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. മയോസിനെ വന്നിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ആ ഒരു മാസ്കിങ് അവരെന്ത് ചെയ്യും? റിമൂവ് ചെയ്യാണ് ചെയ്യുക. സോ ദ CA binds with the subunit of troponin on the actin filaments and unmasks the active
സൈറ്റ് ഫോർ മയോസിൻ. അതിൻ്റെ ആ ആക്റ്റീവ് സൈറ്റിനെ മയോസിൻ പോയിട്ട് ബൈൻഡ് ചെയ്യേണ്ട ആ ആക്റ്റീവ് സൈറ്റിനെ എന്ത് ചെയ്യും? അൺമാസ്ക് ചെയ്യും. ആ മാസ്കിങ് എന്ത് ചെയ്യും? മാറ്റുകയാണ് ചെയ്യുക. ബൈ യൂസിങ് ദ എനർജി ഫ്രം ATP ഹൈഡ്രോളിസിസ്. ATP അപ്പോൾ ആ സമയത്ത് എന്തുണ്ടായിരിക്കും? ഇപ്പോൾ മാസ്കിങ് മാറ്റിയല്ലോ. മാസ്കിങ് മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ മയോസിൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഹെഡ് റീജിയനിലെ ATP ബൈൻഡിങ് സൈറ്റിലെ ആ ATP വന്നിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ ATPനെ ഹൈഡ്രോളൈസ് ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് അവർക്ക് എനർജി കിട്ടും. ആ എനർജി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ഈ ആക്റ്റിന്റെ ഇതാണ് ആ മാസ്കിങ് സൈറ്റിൽ, നേരത്തെ മാസ്ക് ചെയ്ത സൈറ്റ്, അതായത് ഇപ്പൊ അൺമാസ്ക് ചെയ്തിട്ടുള്ള ആ ഒരു സൈറ്റിൽ പോയിട്ട് അത് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഓക്കെ, ബൈ യൂസിങ് ദ എനർജി ഡിറൈവ്ഡ് ഫ്രം ദ ATP ഹൈഡ്രോളൈസ്. ഓക്കെ, ഹൈഡ്രോളൈസ്ഡ് ATP എന്നുള്ള ആ എനർജി യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യും? മാസ്ക് ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്ത് ഫോം ചെയ്യും? ഒരു ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ക്രോസ് ബ്രിഡ്ജ്. അപ്പൊ ഈ രണ്ട് സൈഡിലും ഇതേപോലെ എന്ത് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ആ രണ്ട് സൈഡിലുള്ള ക്രോസ് ബ്രിഡ്ജ് എന്ത് ചെയ്യും? എ ബാൻഡിന്റെ സെന്ററിലേക്ക് പുഷ് ചെയ്യും. അങ്ങനെ എ ബാൻഡിന്റെ സെന്ററിലേക്ക് പുഷ് ചെയ്യുന്നതിന്റെ റിസൾട്ടായിട്ട് നമ്മളുടെ ഈ പറയുന്ന H സോൺ ഉണ്ടല്ലോ, അതായത് മയോസിൻ മാത്രം കണ്ടിരുന്ന ആ റീജിയൻ, അത് അവിടെ നിന്ന് എന്ത് ചെയ്യും? ഡിസപ്പിയർ ആയിരിക്കും. കാരണം എന്താ? അങ്ങോട്ടേക്ക് ആക്റ്റിൻ വരും. ആക്റ്റിൻ വന്നപ്പോൾ ആ H സോൺ എന്തായി? അത് ഡിസപ്പിയർ ആയി. അത് മാത്രമല്ല Z ലൈൻ എന്ത് ചെയ്തു? ചുരുങ്ങി. Z ലൈൻ, രണ്ട് സൈഡിലുള്ള Z ലൈൻ എന്ത് ചെയ്യും? ചുരുങ്ങും. മാത്രമല്ല ഈ പറയുന്ന നമ്മളുടെ എ ബാൻഡ് അതിന്റെ ലെങ്ത് റിട്ടൈൻ ചെയ്യും. കാരണം അതിന് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ആര് മാത്രമേ ചുരുങ്ങുന്നുള്ളൂ? Z ലൈൻ ചുരുങ്ങും. ആ സാർക്കോപ്ലാസം എന്താവും? ചെറുതാവുകയും ചെയ്യും. ഇങ്ങനെയാണ് മസിൽസ് എന്ത് ചെയ്യുക? കോൺട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റെപ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമ്പൾസ് ഫ്രം ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ദാറ്റ് റീച്ചസ് ദ ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഓക്കെ, ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് അത് എത്തും ബൈ മോട്ടോർ ന്യൂറോൺ വഴി അത് ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് എത്തും. ന്യൂറോമസ്കുലർ ജംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള സിനാപ്റ്റിക് വെസിക്കിൾസ് എന്തിനെ റിലീസ് ചെയ്യും? ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള അസറ്റൈൽ കൊളൈനെ റിലീസ് ചെയ്യും. ഈ അസറ്റൈൽ കൊളൈനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ സിനാപ്സിലേക്കാണല്ലോ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ജനറേറ്റ് ആൻ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇൻ ദ സാർക്കോലെമ്മ ആൻഡ് ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ദ മസിൽ ഫൈബർ. റിലീസ് ചെയ്യുന്ന അസറ്റൈൽ കൊളൈൻ ഈ സാർക്കോലെമ്മയിൽ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ആ മസിൽ ഫൈബറിന്റെ എൻറ്റയർ മസിൽ ഫൈബറിലൂടെ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് മസിൽ ഫൈബറിലെ സാർക്കോപ്ലാസ്മിക് സിസ്റ്ററിനെ എന്ത് റിലീസ് ചെയ്യും? കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും. ഈ കാൽഷ്യം അയോൺസിന് എന്താ ചെയ്യുക? അത് സാർക്കോപ്ലാസ്മിലേക്കല്ലേ റിലീസ് ചെയ്യുന്നത്. സോ ഈ കാൽഷ്യം അയോൺസ് പിന്നെ എന്ത് ചെയ്യും? ദാറ്റ് കാൽഷ്യം അയോൺസ് ബൈൻഡ്സ് വിത്ത് ദ സബ് യൂണിറ്റ് ഓഫ് ട്രോപ്പോണിൻ. ട്രോപ്പോണിന്റെ സബ് യൂണിറ്റിൽ പോയിട്ട് അവർ എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. അത് ആ ട്രോപ്പോണിൻ എന്തെല്ലാം കാണുന്നത്? ആക്റ്റീവ് ഫിലമെന്റിലാണ് കാണുന്നത്. ആൻഡ് thereby they unmask the active site for myosin. ആ മയോസിന്റെ ആ ഒരു ആക്റ്റീവ് സൈറ്റ് ഉണ്ടല്ലോ, അതിനെ അൺമാസ്ക് ചെയ്യുകയാണ് ചെയ്യുക, അതിനെ മാറ്റും. ഓക്കെ, ആൻഡ് യൂസിങ് ദ എനർജി ഫ്രം ATP hydrolyze the myosin head binds to the active site on the actin to form a cross bridge. അതിന്റെ റിസൾട്ട് ആയിട്ട് അവർ എന്ത് ചെയ്യും? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യും. ആൻഡ് ദിസ് pulls the actin filaments on both sides towards the center of A band. A bandന്റെ സെന്ററിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് പുഷ് ചെയ്തിട്ട് A bandന്റെ സെന്ററിലേക്ക് ഈ ആക്റ്റിൻ എന്ത് ചെയ്യും? കൊണ്ടുവരികയാണ് ചെയ്യുക. ആൻഡ് ദിസ് ആക്റ്റിൻ ഫിലമെന്റ് പാർഷ്യലി ഓവർലാപ്സ് സോ ദാറ്റ് ദ എക്സോൺ ഡിസപ്പിയർ. അതെന്ത് ചെയ്യും? പാർഷ്യലി ഓവർലാപ്പ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എക്സോൺ എന്ത് ചെയ്യും? ഡിസപ്പിയർ ചെയ്യും. അങ്ങനെ എക്സോൺ ഡിസപ്പിയർ ചെയ്യും. മാത്രമല്ല ദ Z ലൈൻ അറ്റാച്ച്ഡ് ടു ദ ആക്റ്റിൻ ഈസ് ഓൾസോ പുൾഡ് ഇൻവേർഡ്സ്. ആക്റ്റിന്റെ കൂടെ അല്ലേ ഈ Z ലൈൻ ഉള്ളത്, അതും എന്ത് ചെയ്യും? ഈ ആക്റ്റിന്റെ കൂടെ തന്നെ വരും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മളുടെ സാർക്കോമിയർ എന്ത് ചെയ്യും? ഷോർട്ടൺ ചെയ്യും അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യും. Okay, and the I bands get shortened and the A bands retains the length. I band shorten ചെയ്യും, A band അതിന്റെ ലെങ്ത് റീറ്റെയിൻ ചെയ്യാണ് ചെയ്യുക. മക്കളെ ഇപ്പൊ ഇതാണ് നമ്മുടെ സാർക്കോമിയ എന്ന് പറയുന്നത് അല്ലെ. ഇത് Z ലൈൻ, ഇതും ഒരു Z ലൈൻ അല്ലെ. ഇത് ആക്റ്റിൻ, ഇത് മയോസിൻ. റെഡ് കളറിൽ കാണുന്നത് മയോസിൻ. എന്താണ് നമ്മൾ നടക്കുക? ഇത് നോർമൽ കണ്ടീഷനിലാണ്. അതായത് ആക്റ്റിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ആര് കാണുന്നുണ്ട്? സോറി, മയോസിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ആരുണ്ടായിരിക്കും? ആക്റ്റിൻ ഉണ്ടായിരിക്കും. ഇത് നോർമൽ കണ്ടീഷൻ, റിലാക്സ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ. സോ ഇവിടെ എക്സസോണും ഉണ്ട് അല്ലെ. പക്ഷെ ഇത് കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതിന്റെ ഹെഡ് പോയിട്ട് എന്ത് ചെയ്യും? ഈ ആക്റ്റിന്മ പോയിട്ട് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള ആക്റ്റിന്മ പോയിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. എന്നിട്ട് രണ്ട് സൈഡിലുള്ള ആക്റ്റിനെയും സെന്ററിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ സെന്ററിലേക്ക് പുഷ് ചെയ്യുമ്പോൾ ഈ സ്പേസിലേക്ക് ആര് കയറി വരും? ഈ ആക്റ്റിൻ കയറി വരും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മളുടെ സാർക്കോമിയർ അതിന്റെ ലെങ്ത് എന്ത് ചെയ്യും? ഷോർട്ടൺ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, and after that the myosin releases the ATP and
ഫോസ്ഫേറ്റ് ആയി. അതായത് ഈ പറയുന്ന മയോസിൻ എന്ത് ചെയ്യും, അതിൽ നിന്ന് എ ടി പി എന്ത് ചെയ്യും, എ ടി പിന്നെയും അതേപോലെ തന്നെ ഫോസ്ഫേറ്റ് അയോണിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. എന്നിട്ട് അവർ റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് തന്നെ വരും. ആൻഡ് എ ന്യൂ എ ടി പി ബൈൻഡ്സ് ടു ദ ക്രോസ് ബ്രിഡ്ജ് ഈസ് ബ്രോക്കൺ. അങ്ങനെ നോർമൽ സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അടുത്ത എ ടി പി പോയിട്ട് അതിനെ ബൈൻഡ് ചെയ്യും. വീണ്ടും അവരെന്താവും, ആക്റ്റീവ് ആവും. ഓക്കെ, ആ എ ടി പി ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് അടുത്ത ക്രോസ് ബ്രിഡ്ജ് അവരെന്ത് ചെയ്യുക, form ചെയ്യുക. And the ATP is again hydrolyzed by the myosin head and the above process are repeated causing the further sliding. അതിങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, ഫർദർ സ്ലൈഡിങ് നടന്നിട്ടാണ് എന്ത് ചെയ്യുക, മസിൽസ് കോൺട്രാക്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ മസിൽ കോൺട്രാക്ഷനിൽ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പൊ ഇത് കാൽഷ്യം അയോൺസ് വന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പറയുന്ന മാസ്കിംഗ് സൈറ്റ് അൺമാസ്ക് ചെയ്തത് അല്ലെ, സോറി ബൈൻഡിങ് സൈറ്റ് എന്ത് ചെയ്തത്, അൺമാസ്ക് ചെയ്തത്. പക്ഷെ ഈ കാൽഷ്യം അയോൺസ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, they pump back to the sarcoplasmic system. തിരിച്ച് വീണ്ടും ഈ കാൽഷ്യം അയോൺസിനെ ഈ സാർക്കോപ്ലാസ്മിക് സിസ്റ്റമിലേക്ക് തന്നെ പറഞ്ഞേക്കും. അപ്പൊ എന്തുണ്ടാവും, നമ്മുടെ ആക്റ്റിന്റെ മുകളിൽ വീണ്ടും ആ ട്രോപ്പോണിൻ അതിന്റെ മാസ്കിംഗ് സൈറ്റിൽ വീണ്ടും ആര് വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഈ ട്രോപ്പോണിൻ വന്നിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് അൺമാസ്ക് ചെയ്ത സാധനം വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മാസ്ക്ഡ് ആയിട്ടുണ്ടായിരിക്കും. അതിന്റെ റിസൾട്ട് ആയിട്ട് സെഡ് ലൈൻ അതിന്റെ പഴയ പൊസിഷനിലേക്ക് തന്നെ പോകും. അതായത് അത് മാറി അല്ലെ, ആ ഒരു അറ്റാച്ച്മെന്റും ക്രോസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വിട്ടു, അവർ വീണ്ടും എന്ത് ചെയ്തു, സെഡ് ലൈൻ പഴയ ലെങ്ത്തിലേക്ക് എത്തും. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്തുണ്ടാവും, മസിൽസ് റിലാക്സ് ചെയ്യും. ഇങ്ങനെയാണ് മസിൽസ് കോൺട്രാക്ഷൻ നടക്കുക. സോ ആദ്യം ഇമ്പൾസ് എവിടേക്ക് വരും, നമ്മുടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്ക് വരും. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിലേക്ക് ഇമ്പൾസ് എത്തിക്കഴിഞ്ഞാൽ അവർ അസിറ്റൈൽ കൊളൈനെ റിലീസ് ചെയ്യും. അസിറ്റൈൽ കൊളൈൻ എന്തുണ്ടാക്കും, ഇതിന്റെ അതായത് മസിലിന്റെ സാർക്കോപ്ലാസത്തിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ മസിൽ ഫൈബേഴ്സിലൂടെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ത്രൂ ഔട്ട് സ്പ്രെഡ് ചെയ്യും. അതിന്റെ റിസൾട്ട് ആയിട്ട് എന്തുണ്ടാവും, നമ്മുടെ മസിൽ ഫൈബറിന്റെ സാർക്കോപ്ലാസ്മിക് സിസ്റ്റമിൽ നിന്ന് കാൽഷ്യം അയോൺസ് റിലീസ് ചെയ്യും. ഈ കാൽഷ്യം അയോൺസ് ട്രോപ്പോണിന് പോയിട്ട് ബൈൻഡ് ചെയ്തിട്ട് അവരുടെ മാസ്കിംഗ് സൈറ്റ്, മയോസിൻ വന്നിട്ട് ബൈൻഡ് ചെയ്യുന്ന ആ മാസ്കിംഗ് സൈറ്റ് ഉണ്ടല്ലോ അതിനെ അൺമാസ്ക് ചെയ്യും. അത് മാത്രമല്ല, അപ്പൊ എന്തുണ്ടാവും, മയോസിനിൽ ഈ എ ടി പി പോയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ എ ടി പി പോയിട്ട് ബൈൻഡ് ചെയ്ത ആ എ ടി പിനെ അവരെന്ത് ചെയ്യും, ഹൈഡ്രലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യും. ആ എനർജി യൂസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, ആ ആക്റ്റീവ് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ആക്റ്റിനെ പോയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലുള്ള ആ ആക്റ്റിനെ എന്ത് ചെയ്യും, അവർ രണ്ട് സെന്ററിലേക്ക്, അതായത് എ ബാൻഡിന്റെ സെന്ററിലേക്ക് വലിക്കും. അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ സാർക്കോമിയർ എന്ത് ചെയ്യും, ഷോർട്ടൻ ചെയ്യും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മയോസിൻ വീണ്ടും എ ഡി പിനെയും ഫോസ്ഫേറ്റ് അയോൺസിനെയും റിലീസ് ചെയ്യും. അപ്പൊ അടുത്ത എ ടി പി വന്നിട്ട് എന്ത് ചെയ്യും, ഈ പറയുന്ന മയോസിന്റെ ഹെഡ് റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് ഇതിനെ വീണ്ടും ഹൈഡ്രലൈസ് ചെയ്ത് ആ എനർജി യൂസ് ചെയ്തിട്ട് ഈ ഒരു തിയറി വീണ്ടും എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുക. കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാൽഷ്യം അയോൺസ് പതുക്കെ പതുക്കെ എന്ത് ചെയ്യും, ആ സിസ്റ്റമിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരിക്കും. അങ്ങനെ കംപ്ലീറ്റ് കാൽഷ്യം അയോൺസും സിസ്റ്റമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ മസിൽസ് വീണ്ടും എന്താവും, റിലാക്സ്ഡ് ആവും. അതായത് ഈ പറയുന്ന ആ ബൈൻഡിങ് സൈറ്റിൽ ആര് വന്നിട്ടുണ്ടായിരിക്കും, മാസ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ട്രോപ്പോണിൻ വന്നിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ മാസ്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മുടെ ആർക്ക് മയോസിന്റെ ഹെഡിന് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ബൈൻഡ് ചെയ്യാനും ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യാനും പറ്റില്ല. ഈ മസിൽ കോൺട്രാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് മസിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, വാരി ചെയ്യും. പല മസിൽസിനും പല രീതിയിലായിരിക്കും ഈ റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ സ്കെലിറ്റൽ മസിൽസിലൊക്കെ ഈ റിപ്പീറ്റഡ് ആയിട്ട് ഈ പറയുന്ന ആക്ടിവേഷൻ നടക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കോൺട്രാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട്സ് ആയിട്ട് നമ്മുടെ മസിൽസിൽ എന്ത് അക്യുമുലേറ്റ് ചെയ്യും, ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ഈ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട്സ് ആയിട്ട് മസിൽ ഫാറ്റീഗ് ഉണ്ടാകും. അതായത് മസിൽസ് എന്ത് ചെയ്യും, തളരും. അതായത് മക്കളെ ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടുക എന്ന് വിചാരിക്കും, കുറേ നേരം നമ്മൾ ഓടി, കുറേ നേരം ഓടുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും, ഓക്സിജന്റെ അവൈലബിലിറ്റി, മസിൽസ് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഓക്സിജൻ അതിന് മാത്രം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കിട്ടുന്നുണ്ടാവില്ല അല്ലെ. അപ്പൊ അങ്ങനെ കിട്ടാണ്ടാവുമ്പോൾ ആ മസിൽസിലെ ഓക്സിജന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ ആ ഓക്സിജന്റെ ആബ്സെൻസിൽ അവരെന്ത് ചെയ്യും, ഗ്ലൈക്കോജനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ എനർജി റിലീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ആയിട്ട് ലാക്റ്റിക് ആസിഡ് എന്ത് ചെയ്യും, നമ്മളുടെ മസിൽസിൽ അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ മസിൽസിൽ ഈ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, പെയിൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മസിൽ കോൺട്രാക്ഷൻ, അല്ലെങ്കിൽ മസിൽ ഫാറ്റീഗ് ഉണ്ടായിരിക്കും. കുറെ കഴിയുമ്പോൾ നമ്മൾ തളർന്നു പോകും. ഓക്കെ, സോ അതാണ് അവിടെ പറയുന്നത്. സോ റിപ്പീറ്റഡ് ആക്ടിവേഷൻ ഓഫ് ദ മസിൽസ് ലീഡ്സ് ടു ദ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ആൻഡ് ദാറ്റ് കോസസ് muscle fatigue, and it is due to the anaerobic breakdown of glycogen in muscles. Okay, ഇനി അതാണ് അവിടെ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് രണ്ട് ടൈപ്സ് മസിൽ ഫൈബേഴ്സ് ഉണ്ട്. ഒന്ന് ബ്ലഡ് മസിൽ ഫൈബേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ
വൈറ്റ് മസിൽ ഫൈബേഴ്സ് ഉണ്ടായിരിക്കും. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ റെഡ് മസിൽ ഫൈബേഴ്സ് എയറോബിക് റെസ്പിറേഷനും വൈറ്റ് മസിൽ ഫൈബേഴ്സിൽ കൂടുതലും എനൈറോബിക് ആയിട്ടുള്ള റെസ്പിറേഷൻ ആയിരിക്കും അവിടെ നടക്കുന്നുണ്ടാവുക. സോ റെഡ് മസിൽ ഫൈബേഴ്സിന്റെ കളർ എന്തായിരിക്കും? റെഡ് കളർ ആയിരിക്കും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ റെഡ് മസിൽ ഫൈബേഴ്സിന്റെ കളർ എന്താണ്? റെഡ് കളറാണ്. പക്ഷെ വൈറ്റ് മസിൽ ഫൈബേഴ്സിന്റെ കളർ കുറച്ച് വൈറ്റിഷ് ആയിരിക്കും. സോ ദാറ്റ് വൈറ്റ് കളർ ഇസ് ഡ്യൂ ടു ലെസർ മയോഗ്ലോബിൻ. മയോഗ്ലോബിൻ കുറവായതുകൊണ്ട് തന്നെ വൈറ്റ് മസിൽസിന് കുറച്ചുകൂടി ഒരു വൈറ്റിഷ് കളർ ആയിരിക്കും ഉണ്ടായിരിക്കും. ഇനി ഈ പറയുന്ന റെഡ് മസിൽ ഫൈബേഴ്സിന് ഒരുപാട് മൈറ്റോകോൺഡ്രിയാസ് ഉണ്ടായിരിക്കും. കാരണം എനർജി കൂടുതൽ വേണമല്ലോ. സോ മൈറ്റോകോൺഡ്രിയ കൂടുതലായിരിക്കും. വൈറ്റ് മസിൽസിൽ മൈറ്റോകോൺഡ്രിയ കുറവായിരിക്കും. റെഡ് മസിൽസ് എന്ന് പറയുന്നത് എയറോബിക് റെസ്പിറേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുക. വൈറ്റ് മസിൽസിൽ എനേറോബിക് ആയിട്ടുള്ള മെറ്റബോളിസം ആയിരിക്കും നടക്കുന്നുണ്ടാവുക. റെഡ് മസിൽ ഫൈബേഴ്സിൽ അവരുടെ മസിൽ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും, പക്ഷെ സസ്റ്റെയിൻഡ് ആയിരിക്കും. പതുക്കെയാണ് മസിൽസ് കോൺട്രാക്ട് ചെയ്യുക. പക്ഷെ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് അത് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്ത് എടുക്കും. പക്ഷെ വൈറ്റ് മസിൽ ഫൈബേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. വേഗം കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യും. ഫാസ്റ്റർ ആയിട്ടായിരിക്കും അത് ചെയ്യുക. പക്ഷെ അത് എന്ത് ചെയ്യില്ല? വല്ലാണ്ട് സസ്റ്റെയിൻ ചെയ്യില്ല. കുറച്ച് നേരത്തേക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ആ ഒരു കോൺട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. വളരെ വേഗം തന്നെ എന്ത് ചെയ്യും? റിലാക്സ്ഡ് ആയിരിക്കും. പക്ഷെ നമ്മൾ റെഡ് മസിൽസിൽ അങ്ങനെയല്ല. കോൺട്രാക്ഷൻ പതുക്കെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അത് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്തിട്ട് നിൽക്കും. കുറെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക? അതായത് വീണ്ടും ആ ഓക്സിജൻ, ആവശ്യമുള്ള ഓക്സിജൻ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ മസിൽ ഫാറ്റീഗ് എന്നുള്ള ആ കണ്ടീഷനിൽ മാറിയിട്ട് മസിൽസ് നോർമൽ സ്റ്റേജിലേക്ക് വരുള്ളൂ. സോ ദീസ് ആർ ദ 2 different types of muscle fibers.